ഓക്കെ, അതൊക്കെ PM സുരേഷ് ബാബു. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി ഇപ്പോൾ വലിയ തർക്കം നടക്കുകയാണ്. ഇപ്പോൾ ഇടതുമുന്നണി അവകാശപ്പെടുന്നു അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് അവർക്കാണ് എന്ന് പറയുന്നു. UDF അവർ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്താണ് അതിലെ വസ്തുത? എന്താണ് യാഥാർത്ഥ്യം? ആരെങ്കിലും ഒരാൾ ആദ്യം ഇത് കൊണ്ടുവന്നിരിക്കണമല്ലോ, ഒരാൾ അല്ലെങ്കിൽ ഒരു സംവിധാനം. ആ സംവിധാനം ആര്, എവിടെ, എങ്ങനെ? അത് ഒരാൾക്കല്ലാതെ ഒരു സംവിധാനത്തിനല്ലാതെ അല്ല ഒരാൾക്കല്ലാതെ എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് വളർന്ന് വലുതാകുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായും അതിൻ്റെ പിതൃത്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ അവകാശവാദങ്ങളോ ഒക്കെ ഉണ്ടാകും. അതിനെ അങ്ങ് സ്വീകരിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വളരെ വലിയ ഗൗരവത്തോടു കൂടി അതിനെ കാണേണ്ടതായിട്ടില്ല. കേരളം ഭരിച്ചിട്ടുള്ള ഭരണകൂടങ്ങൾ അത് മാറി മാറി, ഇപ്പോൾ മാത്രമാണല്ലോ തുടർ ഭരണം വന്നിട്ടുള്ളത്, മാറി മാറി വന്നിട്ടുള്ളത് UDFും LDFും തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഒരു പദ്ധതിയുടെ പിന്തുടർച്ച അല്ലെങ്കിൽ തുടർച്ച സ്വാഭാവികമായും ഓരോ ഭരണകൂടത്തിൻ്റെ കൈകളിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ രാഷ്ട്രീയ അനുകമ്പ നേടിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം എന്ന നിലക്ക് മാത്രമേ ഞാനതിനെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഒരു വസ്തുത നമ്മളെടുക്കുമ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തുടങ്ങുമ്പോൾ എല്ലാവർക്കും കർക്കശത്തോടു കൂടിയൊന്നും സമീപിക്കാൻ കഴിയില്ലല്ലോ. തുടങ്ങി PPP ആയി വന്നു. ആ വന്നതിന് ശേഷം 2016 വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ഈ പരിപാടി ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള പ്രതിബദ്ധതാപൂർണമായ സമീപനത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട്, യൂണിയൻ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്നതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെൻറ്റും കാണിച്ച ഒരു സവിശേഷമായ താല്പര്യം അത് വളരെ ശ്ലാഘനീയമാണ്. ആ ശ്ലാഘനീയത പറയുമ്പോൾ മറ്റ് ആരെയെങ്കിലും വിസ്മരിച്ചതായിട്ടാണ് എന്ന് തോന്നരുത് എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. അങ്ങനെ ആരെയും വിസ്മരിച്ചിട്ടൊന്നുമല്ല. കേരളം ഭരിച്ചിരിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളും, അതിൽ ശ്രീമാൻ AK ആൻ്റണിയുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട്, ശ്രീ EK നായനാരുണ്ട്, ശ്രീ VS അച്യുതാനന്ദനുണ്ട്. അവരെല്ലാം ഈ കാര്യഘട്ടങ്ങളിൽ കാലാകാലങ്ങളായി ഓരോ സമയങ്ങളിൽ അവരവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ തുടക്കത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ചെറിയ കോൺട്രിബ്യൂഷനെ ചെയ്യാൻ കഴിയൂ. പക്ഷേ അവസാനം PPP മോഡൽ വന്നു. അതിൽ കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, അത് ഈ പദ്ധതി നടപ്പാക്കുവാൻ കരാർ ഏറ്റെടുത്തിട്ടുള്ള ശ്രീമാൻ അദാനി ഗ്രൂപ്പ്, ഇവരെല്ലാം ചേർന്നുകൊണ്ട് വരുമ്പോൾ അവിടെ വരുന്ന പെശകുകൾ, അവിടെ ഉണ്ടാകേണ്ടുന്ന നടപടിക്രമങ്ങൾ അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനും തദ്വാര രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിനും വിരുദ്ധമാകുന്നിടത്ത് ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള 9 വർഷങ്ങളായി ഈ ത്വരിതഗതിയിൽ പണി നടക്കുമ്പോൾ മാത്രമാണല്ലോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരിക. ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളതാണ്. അതിന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സഹകരണവും പല തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പങ്കാളിത്തം വളരെ വളരെ ചെറുതോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതോ ആയിപ്പോയി എന്ന പരിതാപം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളീയ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഉള്ളത് പരിഹരിക്കാൻ ഇനിയും അവസരങ്ങളുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് അക്കാര്യത്തിൽ കൂടുതൽ ഉദാരമായൊരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ തർക്കത്തിന് കേരളീയ ജനത വലിയ മതിപ്പ് കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ ഒരൊറ്റ സംശയം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 5000 കോടിയുടെ 5000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട്, അതുപോലെ കടൽ കൊള്ള
എന്നൊക്കെയായിരുന്നു ആക്ഷേപിച്ചിരുന്നത്. അന്ന് പ്രതിപക്ഷത്ത് ആയിരുന്ന നിങ്ങൾ അടക്കമുള്ളവർ, അന്ന് PM സുരേഷ് ബാബു കോൺഗ്രസ്സിലായിരുന്നു, താങ്കൾ പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്തുള്ളവർ അന്ന് അദാനിയെ ബൂർഷ്വ എന്നാണ് വിളിച്ചിരുന്നത്. അദാനിയെ അകറ്റി നിർത്തുകയായിരുന്നു. ഇന്ന് കണ്ട കാഴ്ച അദാനിക്ക് കൈ കൊടുക്കുന്നു, അദാനിയുമായിട്ട് ഇങ്ങനെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് ഉള്ള ആ അവസ്ഥയെല്ലാം പാടെ മാറി എന്നാണോ പറയുന്നത്? വളരെ സുതാര്യമായിട്ടാണോ നിങ്ങൾ ഈ സംവിധാനത്തെ കൈകാര്യം ചെയ്തത്? അല്ല, അതെന്താന്ന് വെച്ചാൽ അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി മനഃപൂർവ്വമാണ് എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറിപ്പില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാറിനകത്ത് ഉണ്ടായ ഒരു സംസ്ഥാന വിഹിതത്തിനോ രാഷ്ട്രവിഹിതത്തിനോ കിട്ടേണ്ടുന്ന പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റബിലിറ്റി വളരെ കുറവായിരുന്നുവെന്നും അത് പരിഹരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് ആ എഗ്രിമെൻറ്റിനകത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണല്ലോ ഇത് എഗ്രിമെൻ്റ് ഒപ്പിടുന്നത്, ആ എഗ്രിമെൻറ്റിനകത്തുള്ള ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ച് കൂടുതൽ സുതാര്യമായി കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കേരളത്തിനും യൂണിയൻ ഗവൺമെൻറ്റിനും ബാധകമാകുന്ന, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന എഗ്രിമെൻറ്റുകളിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് അത്തരം ചില ആക്ഷേപങ്ങൾ ഒരുപക്ഷെ അന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അത് പൂർണ്ണമായും തെറ്റോ അല്ലെങ്കിൽ പൂർണ്ണമായും കളവോ അല്ലെങ്കിൽ അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ എഗ്രിമെൻ്റ് PPP എഗ്രിമെൻ്റ് നിൽക്കുന്നത്, പാർട്ട്ണർഷിപ്പ് നിൽക്കുന്നത് എന്ന് ആരും പറയില്ല. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒപ്പുവെച്ച കരാറിൽ ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് മാറ്റം വരുത്തി കൂടുതൽ പബ്ലിക് പാർട്ടിസിപ്പേഷന് ബെനിഫിഷ്യറി ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള ആക്ഷേപത്തിന് പിന്നീട് ആ ആക്ഷേപം ഉന്നയിച്ച ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിച്ചു. ഒരു നല്ല ശതമാനം വരെ പരിഹാരവും ഉണ്ടായിട്ടുണ്ട് എന്നത് നാം ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, വളരെ തന്ത്രപരമായിട്ടുള്ള മറുപടിയാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു നൽകിയത്.